നമസ്തേ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഛായാവാദി യുഗീൻ പത്രികകളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ചാന്ദ് എന്നുള്ള പത്രിക സഹഗൽജി ഔർ ചണ്ഡി പ്രസാദ് ജി രണ്ടുപേർ ചേർന്ന് സംവാദം ചെയ്തിട്ടുള്ളതാണ്. ചാന്ദ് എന്നുള്ള പത്രിക പ്രയാഗിൽ നിന്നുമാണ് ലോഞ്ച് ചെയ്തത്. പ്രഭ പത്രികയുടെ സമ്പാദക് ബാലകൃഷ്ണ ശർമ്മ നവീനാണ്. കാൺപൂറാണ് സ്ഥാനം വരുന്നത്. മാധുരി ദുലാരേലാൽ ഭാർഗവാണ്. ലക്നൗ സെ ലോഞ്ച് കിയാ ഹെ. ഓക്കെ, അപ്പോൾ പ്രഭ എന്നുള്ള പത്രിക ബാലകൃഷ്ണ ശർമ്മ നവീനിൻ്റേതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭാരതീയ യുഗീനിൽ ഹിന്ദി പ്രദീപ് എന്നുള്ള പത്രിക, അത് ബാലകൃഷ്ണ ഭട്ടിൻ്റേതാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ, മാറിപ്പോകരുത്. ബാലകൃഷ്ണ ശർമ്മ നവീനും ബാലകൃഷ്ണ ഭട്ടും മാറിപ്പോകരുത്. വിശാൽ ഭാരത് ബനാറസി ദാസിൻ്റേതാണ്. കൽക്കത്ത സെ ലോഞ്ച് കിയാ ഹെ. ഹംസ് മുംഷി പ്രേംചന്ദിൻ്റേതാണ്. കാശി നിന്നാണ് ലോഞ്ച് ചെയ്തത്. മുംഷി പ്രേംചന്ദ് ഉപന്യാസ് സാമ്രാട്ട് കഹാനിക്കാരൊക്കെയാണ് കേട്ടോ, പ്രത്യേകം പഠിക്കണം. സമന്വയ് നിരാലാജി കി ഹെ. ഛായാവാദി കവി ഹെ അല്ലേ, സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്നാണ് മുഴുവൻ പേര്. കൽക്കത്ത സെ ലോഞ്ച് കിയാ ഹെ. സാഹിത്യ സന്ദേശ് ഗുലാബ് റായിൻ്റേതാണ്. ആഗ്ര സെ ലോഞ്ച് കിയാ ഹെ. മത്വാല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരാലാജി ഔർ മഹാവീർ പ്രസാദ് സേഠ് എന്നിവരാണ് സമ്പാദകർ. മഹാവീർ പ്രസാദ് ദ്വിവേദി അല്ല, സേഠാണ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യണം, മാറിപ്പോകരുത്. നിരാലാജി ഔർ മഹാവീർ പ്രസാദ് സേഠ് കൽക്കത്ത സെ ലോഞ്ച് കിയാ ഹെ. ഹിന്ദി നവജീവൻ മഹാത്മാഗാന്ധിയുടെ പത്രികയാണ്. അഹമ്മദാബാദ് സെ ലോഞ്ച് കിയാ ഹെ. കർമ്മവീർ മാഖൻലാൽ ചതുർവേദി ജബൽപൂർ സെ ലോഞ്ച് കിയാ ഹെ. ദേശ് രാജേന്ദ്ര പ്രസാദിൻ്റേതാണ്. പട്ന സെ ലോഞ്ച് കിയാ ഹെ. നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിൻ്റേതാണ് ദേശ്. സരോജ് നവജാതി കോളേജ് ശ്രീവാസ്തവ്. കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ പേര്, എങ്കിലും പഠിക്കുക. സരോജ് എന്നുള്ളത് നവജാതി കോളേജ് ശ്രീവാസ്തവിൻ്റേതാണ്. കൽക്കത്ത സെ ലോഞ്ച് കിയാ ഹെ. സരോജ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സരോജ് സ്മൃതിയാണ് പെട്ടെന്ന് ഓടിപ്പോവുക. നിരാലാജി ഉത്തരം എഴുതരുത്, തെറ്റാണ്. സരോജ് എന്ന് പറഞ്ഞാൽ നവജാതി കോളേജ് ശ്രീവാസ്തവിൻ്റേതാണ് പത്രിക. കൽക്കത്തയിൽ നിന്നുമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഛായാവാദി യുഗീൻ പത്രികകൾ. അപ്പോൾ ഛായാവാദോത്തര യുഗീൻ പത്രികകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ധന്യവാദ്.